ഇന്ന് അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളെ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ കർത്താവെ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിന്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അളിച്ചത് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പഴ പോലെ വൈദാഖരം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധനാമത്തിൽ മാറിയ രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവ ദുരിതങ്ങൾ, ജീവ തടസ്സങ്ങളെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്നത്തെ ദിവസം എൻ്റെ മക്കളെ പോകുന്ന എല്ലാ ഇടങ്ങളിലും, കണ്ടുമുട്ടുന്ന വ്യക്തികളിലും, ഇടപെടുന്ന സാഹചര്യങ്ങളിലും, ചെയ്യാനുള്ള ജോലികളിലും, പൂർത്തിയാക്കേണ്ട ജോലികളിലും, ഒപ്പിടേണ്ട താളുകളിലും കർത്താവിൻ്റെ കൃപ നിങ്ങളെ ആവശ്യിക്കട്ടെ. എന്ത് വിഷയത്തിന് വേണ്ടിയാണോ എൻ്റെ മക്കളെ ഇന്ന് വേദനപ്പെടുന്നത്, മനസ്സ് വിമിട്ടപ്പെടുന്നത്, അവിടെ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയും നിനക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ അഡ്വക്കേറ്റായ അമ്മ നിനക്ക് വേണ്ടി വാദിക്കുകയും നിൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുകയും നിൻ്റെ ജീവിതം വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവെ, രോഗികളെ സ്പർശിക്കണമേ. കർത്താവെ, മനസ്സ് നീറിക്കഴിയുന്നവർ, ഡിപ്രഷനിൽ കഴിയുന്നവർ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും ഒരു വഴി കാണാതിരിക്കുന്നവർ, ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നവർ, പണമില്ലാത്തവർ, എല്ലാ തരത്തിലും തളർന്നിരിക്കുന്നവർ, ആശുപത്രിയിൽ ബൈസ്റ്റാൻഡേഴ്സ്, പ്രസവിക്കാൻ പോകുന്നവർ, പ്രസവിച്ച കുഞ്ഞിൻ്റെ രോഗങ്ങളെ ഓർത്തുകൊണ്ടും വിഷമിക്കുന്നവർ, ആശുപത്രിയിൽ ബോധമില്ലാതിരിക്കുന്നവർ, അവിടെയെല്ലാം കർത്താവിൻ്റെ അടിപ്പണ പോലെ വൈദാഖാമ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിച്ചുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായി ഇന്ന് കർത്താവിൻ്റെ കാറ്റടിച്ച് നിങ്ങൾ ശക്തി പ്രാപിക്കുകയും നിങ്ങൾ ബലം പ്രാപിക്കുകയും ചെയ്യട്ടെ.
Lord Jesus Christ, pour out His Spirit, touch with a fire finger, suck with the precious blood, authority of the Catholic Church, power of Jesus Christ, merit to some holy priesthood. I bless and hallow your documents and you yourself. Thank you. Thank you, Jesus. എപ്പോഴും സംഭവ വിഷയം ഡിസേർമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമുക്ക് ആത്മാവ് ജ്വലിച്ച് നിൽക്കുന്നവർക്ക് ഒരു സെൽഫ് ഡിസേർമെൻ്റ് ഉണ്ടാവും. എങ്കിലും ചില സമയത്ത് നമ്മുടെ ഇമോഷൻ നമ്മളെ വഴിതെറ്റിക്കും. ഇമോഷണലി നമ്മൾ ചില അവസരത്തോട് ഓവർ അറ്റാച്ച് ചില വിഷയങ്ങളോട്. അപ്പോൾ അതാണ് ശരിയും നമ്മുടെ ഇന്ദ്രിയം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ ആന്തരിക ബോധ്യം നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് തടഞ്ഞില്ലെങ്കിൽ അത് ശരി. ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരും ആത്മഹത്യ ചെയ്യണവരെ അത് പാപമാണെന്ന് കരുതണില്ലല്ല. ഇവർക്ക് 2 മക്കളുണ്ട്. ആത്മഹത്യ ചെയ്ത പല ആൾക്കാർക്ക് മാതാപിതാക്കൾ നല്ല സ്നേഹമുള്ള മാതാപിതാക്കന്മാരുണ്ട്. പക്ഷെ ആ ഒരു സെക്കൻഡിൽ അവർ വിചാരിക്കണത് എന്താണ്? ആത്മഹത്യയാണ് നല്ലതെന്നാണ്. ആ ഒരു സെക്കൻഡാണ് ഒരു പ്രശ്നം. അപ്പോൾ ചെയ്യണ ഭയങ്കര ബ്ലണ്ടർ ആണെങ്കിൽ പോലും ആ സെക്കൻഡിന് അവർ ആ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇന്ദ്രിയത്തിനുണ്ടാകുന്ന ഒരു അബദ്ധമാണ്. അതുകൊണ്ടാണ് there must be somebody, വിശ്വസിക്കാൻ പറ്റിയ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ, ഒരു ഫാദർ എല്ലാവർക്കും ഉണ്ടാകുന്നത് ഉടമ്പടി വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കും. ഉടമ്പടിക്കാരെല്ലാവരും ഒരു സ്പിരിച്വൽ ഫാദറിനെ പ്രത്യേകിച്ച് കണ്ടുവെത്തണം, പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന. അതേസമയം തന്നെ ഡിസേർമെൻ്റ് ഉണ്ടാകണം. ഡിസേർമെൻ്റ് എന്ന് പറയുന്നത് ആത്മാവിൽ നിറഞ്ഞുള്ള ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ വൈറ്റ് ഓർ ബ്ലാക്ക് എന്നിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നും. അത് വിവേചന ശക്തി എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊക്കെ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ആ കുമ്പസാരിക്കാൻ തരുന്ന ഉപദേശങ്ങൾ വരെ അനോയിൻറ്റഡ് ആകാൻ വേണ്ടി മുൻകൂട്ടി പ്രാർത്ഥിക്കും. കുറേ നേരം പ്രാർത്ഥിച്ചു. അതാണ് കുമ്പസാരത്തിന് മുമ്പുള്ള പ്രാർത്ഥന. പിന്നെ ഏറ്റവും നല്ലത് മനസ്സാപ്രകരണമാണ്. ഞാൻ വിശ്വാസപ്രമാണം ചെല്ലണതിന് മുമ്പ് ഞാനിപ്പോൾ റോമിൽ പോയപ്പോൾ എല്ലാ മാർട്ടിടത്തിലും പോയി. ജസ്റ്റിൻ ദ മാർട്ടയർ, പത്രോസിൻ്റെ ശവകുടീരത്തിൽ പോയി കുർബാനയില്ലേ, അതിൻ്റെ അടുത്തുള്ള തൊട്ടരികിലുള്ള ആൾത്താരെ വിശുദ്ധ പത്രോസിൻ്റെ. അതിനുശേഷം പൗലോസിൻ്റെ കുഴിമാടത്ത് പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം വിശുദ്ധ പൗലോസിൻ്റെ. അതുപോലെ പിന്നെ ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ആളാണ് ജസ്റ്റിൻ, പിന്നെ സെൻറ്റ് സ്റ്റീഫൻ. അവരാദ്യകാല മാർട്ടേഴ്സാണ്. അവരുടെ തോളിലാണ് സഭ നിൽക്കുന്നത്, അവരുടെ ബോധ്യത്തിലും അവരുടെ സാക്ഷ്യത്തിലും. എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ കല്ലറയിൽ പോകുക എന്നുള്ളത്. അവിടെ അപ്പിയൻ വേലി അത് കുറേ വഴിയാത്ത നടന്നാണ് പോയത്. അവിടെ എത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അച്ഛന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ബിനു ചേട്ടൻ ഉണ്ടായിരുന്നു, ബിജു ചേട്ടൻ സഹായിക്കാനുള്ള. അപ്പോൾ അവരെ ഞങ്ങൾക്ക് കുറേ ആൾക്കാർ ഇതുപോലെ ഞങ്ങളെ സഹായിച്ചവരുണ്ട്. അപ്പോൾ അവിടെ എല്ലാം പോയി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആദ്യം ചെല്ലണത് എന്താണ്? ഞാൻ പൗലോസിൻ്റെ കുഴിമാടത്തിൽ ചെന്നപ്പോൾ ഞാൻ കുഴിമാടത്തിൽ ചെന്ന് പൗലോസിൻ്റെ ജയിലിൻ്റെ അടുത്ത് പോയി എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച്. പൗലോസ് കിടന്ന ജയിലിൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഞാൻ ബലഹീനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാര്യം ലോകത്തിന് ആധ്യാത്മികതയുടെ വലിയ ട്രഷർ കൊടുത്തത് പൗലോസിൻ്റെ നാവിൽ നിന്നാണ്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഈ കൃപാസനം ധ്യാനത്തിന് മുഴുവൻ അന്തസത്ത കൃപയാണ്. ശക്തി ദൈവത്തിൻ്റെ ശക്തി കൃപയായിട്ടും ദൈവത്തിൻ്റെ കൃപ ശക്തിയായിട്ട് നമ്മളിലേക്ക് വരുന്നു. അത് ഉടമ്പടി വഴി എങ്ങനെ ടാപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മുടെ ആധ്യാത്മിക പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ പൗലോസിൻ്റെ അടുത്ത് പോയി എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇതൊക്കെ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്? മനസ്സാപരണം, എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവരും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയാൽ പൂർണ്ണഹൃദയത്തോടെ മനസ്തപിക്കണം, പാപങ്ങളെ വെറുക്കുന്നു. നിങ്ങൾ ഈ മനസ്താപ്രകടനം മാത്രം. എൻ്റെ മക്കൾ ഒരു കാര്യം, ഈ കൃപാസന മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഉടമ്പടി ജീവിതമാക്കിയവർ, നിങ്ങൾ വിശ്വാസപ്രകടനം ചെല്ലുന്നതിന് മുമ്പ് മനസ്താപ്രകടനം ചൊല്ലിയിരിക്കണം. കാര്യം നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ജീവിതം, പ്രഘോഷണമാണ്. പക്ഷേ അതിന് നമ്മളെ യോഗ്യമാക്കണത്, ഒരു സാഹചര്യം ഒരുക്കണതും ഈ മനസ്താപ്രകടനമാണ്. പാപത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ ദൗത്യവും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും പാപമില്ലാതെ ജീവിക്കാൻ വേണ്ടിയുള്ള പരക്കമാണ് മനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും അറിഞ്ഞോ അറിയാതെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനാണ് ഈ മനസ്താപകരണം ചെല്ലിയിട്ട് അനുതാപത്തിലേക്ക് വരുന്നത്. കാര്യം സുവിശേഷം മൊത്തം അനുതാപത്തിൻ്റെ അനുതാപത്തിൻ്റെ യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ
മാനവരാശിയെ അനുതാപത്തിൻ്റെ അനുരണനങ്ങളിലേക്ക്, അധ്യായങ്ങളിലേക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് ഈശോ യൂദയായിന്ന് ജെറുസലേമിലേക്ക് പോണത് തന്നെ. അപ്പം അതിനുള്ളിലാണ് ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിനെ ഈശോ അഡ്രസ്സ് ചെയ്യണത്. നമ്മൾ തന്നെ ഉള്ള തിന്മയുടെ ആത്മാവിനെ നമുക്ക് തന്നെ പിടികിട്ടത്തില്ല. അതുകൊണ്ട് ഈശോ പറയും, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് ചോദിക്കാൻ എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ തന്നെ ധ്യാനിച്ച് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ഇവരവിടെ ചെന്നപ്പോൾ സമരക്കാർ ഈശോനെ വിടത്തില്ലെന്ന് കേട്ടപ്പോൾ ഇവർ ചിലപ്പോൾ തന്തക്ക് വിളിച്ച് കാണും. അത് ഇവർ സുവിശേഷം റിപ്പോർട്ട് ചെയ്യാത്തതാണ്. അതുകൊണ്ടാണ് ഇത്രയും ചൂടായിട്ട് വന്നിട്ട് തീയും ഗന്ധം ഇറങ്ങി നശിപ്പിക്കേണ്ടതൊക്കെ ചോദിക്കണമെങ്കിൽ അത്രയും വലിയ കലാപം അവിടെ നടന്നു കാണും. കലാപത്തെ കർത്താവ് തന്നെ കൂട്ടിക്കൊണ്ട് പോകും. എന്തിനാണ്? നമ്മുടെ അരൂപി എന്താണെന്ന് അറിയാൻ വേണ്ടി. എന്താണെന്ന് അറിയാനില്ല, നമ്മളെ അറിയിക്കാൻ. എന്നിട്ട് പറയും, ഞാൻ വന്നിരിക്കുന്നത് നശിപ്പിക്കാനല്ല, കൊല്ലാനല്ല, ജീവനുണ്ടാകാനും. അപ്പം ജീവൻ്റെ ശുശ്രൂഷകരാണ് സുവിശേഷകരെന്ന് പറയണേ. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് നിവിൻ ജോസ്. ഞാൻ കോടന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂലൈ 28-നാണ്. ഇതെൻ്റെ ഭാര്യയും മക്കളും. ആദ്യമേ തന്നെ മാതാവിനും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു. കാരണം ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒന്നിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. 6 മാസം ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു. പല പ്രശ്നങ്ങൾ കൊണ്ടും. എനിക്ക് കുറച്ച് ഈഗോയും നല്ല ദേഷ്യം ഉള്ള സ്വഭാവമാണ്. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തത് ജീവിതം അത് സ്മൂത്തായിട്ട് പോകുന്നില്ല. ചെറിയ ദുശീലങ്ങളൊക്കെ ഉണ്ട്. വല്ലപ്പോഴൊക്കെ മദ്യപിക്കും. അപ്പോൾ ഉടമ്പടി എടുക്കണമെങ്കിൽ ലഹരി വസ്തുക്കൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന ചിന്തകൾ കൊണ്ട് കുറച്ച് ലാഗായി. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ മാത്രം വിചാരിച്ചാൽ, എൻ്റെ ഈഗോ മാത്രം വിചാരിച്ചാൽ ഞാൻ വിചാരിച്ച പോലെ കുടുംബം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഉടമ്പടി എടുക്കണം തീരുമാനിച്ച് ഞാൻ മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. അതിലേറ്റവും വലിയൊരു അത്ഭുതമായി തോന്നിയത് 6 മാസം ഞങ്ങൾ സെപ്പറേറ്റായിട്ട് കുറേ പ്രശ്നങ്ങൾ കൊണ്ട് സെപ്പറേറ്റായി നിൽക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ 6 മാസം ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങും, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ മാതാവ് ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു, കാശുരൂപം വെഞ്ചരിച്ച് തന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും അവസാനം ഞങ്ങൾ ഒരുമിച്ചത് തന്നു. എനിക്ക് തരാനുള്ള മെയിനായിട്ടുള്ള കാര്യം, കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ പത്രം കൊടുക്കുന്നു, സഹായിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ കുറച്ച് ചെയ്തെല്ലാം ഒരുവിധമൊക്കെ റെഡിയായി. എങ്കിലും ഇവിടെ 2-3 വട്ടം ഞാൻ കൗൺസിലേഴ്സിൻ്റെ വന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ അവർ പറയും, നീ കാരുണ്യപ്രവർത്തികൾ അനാഥാലയങ്ങളിൽ പോയി നീ ചെയ്തോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇവിടുത്തെ കൗൺസിലേഴ്സ്. അപ്പോൾ എനിക്കത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഞാനത് എനിക്ക് മനസ്സിലായി, അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എൻ്റെ മക്കളെ എനിക്ക് കിട്ടുള്ളൂ. എൻ്റെ മക്കളൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച് എൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി വിളിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു ഈ 6 മാസം. ഇപ്പോൾ ഞങ്ങൾ ഇത്രയും സന്തോഷമായിട്ട് നിൽക്കുന്നത് മാതാവിൻ്റെ ഒറ്റ കൃപയാലാണ്. മാതാവ് ഈശോയിലൂടെ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് കാര്യം നടന്നത്, ഞാൻ എൻ്റെ തൃശ്ശൂർ പോപ്പ് പോൾ മേഴ്സി ഹോമിൽ പോയി. അവിടെ പോളിയോ ഒക്കെ ബാധിച്ച് കിടക്കുന്ന 20 രോഗികളുണ്ട്. അവരെ കുളിപ്പിക്കുന്ന സമയത്ത് 8 മണി അവിടെ ചെന്നിട്ട് ഒരു 1.5 മണിക്കൂർ അവിടെ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരാണ് എനിക്ക് മോട്ടിവേഷൻ തന്നത്. അവരുടെ ഒരു കഴുത്ത് ജസ്റ്റ് അനങ്ങുള്ളൂ. അങ്ങനെയുള്ള കുറേ വ്യക്തികളുണ്ട്, ബാക്കി ഒന്നും അനങ്ങില്ല. അവരെ കുളിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പോൾ അവരാണ് എനിക്ക് കുടുംബജീവിതത്തിനെ കുറിച്ചും ഈഗോ, ദേഷ്യം, അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യങ്ങൾ തന്നു, വചനത്തിലൂടെ ബോധ്യങ്ങൾ തന്നു. ആ ഒരൊറ്റ കാര്യപ്രവൃത്തി കൂടെ ചെയ്തുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇപ്പോൾ ഇന്ന് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിന് അമ്മ മാതാവിനോടും ഈശോയോട് 1 കോടി നന്ദി പറയുന്നു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിലെ. പിന്നെ എൻ്റെ മകൻ അവൻ ജനിച്ച് അവൻ്റെ യൂറിൻ പാസ് ചെയ്യണ സമയത്ത് ആ ചർമ്മം അവിടുന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 വർഷം നോക്കണം, 3 വർഷം കഴിഞ്ഞിട്ടും അത് ശരിയാവുന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്ത സമയമായതുകൊണ്ട് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ, ഉടമ്പടി തൈലം ഒരാഴ്ച ഞാൻ പരട്ടി, ഞാൻ കാലത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ 3 ആളുടെ ശരീരത്തിലും പരറ്റും. അപ്പോൾ ഏതെൻ്റെ ശരീരത്തിൽ ഒരാഴ്ച ഞാൻ പരറ്റിയുള്ളൂ.
ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 3 വർഷമായിട്ട് ശരിയാവില്ല, അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് 3 ഡോക്ടർമാരെ ഞങ്ങൾ കാണിച്ചു. അവർ കൺഫേം പറഞ്ഞതാണ് ഓപ്പറേഷൻ. അത് ഒരാഴ്ച പറ്റി കഴിഞ്ഞപ്പോൾ അത് ഒരു ദിവസം യൂറിൻ പാസ് ചെയ്യണ സമയത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ അത് പൂർണ്ണമായി ആ ചർമ്മം അവിടെ റെഡിയായി. ഇതാണ് അത് വലിയ അത്ഭുതമായി. അതുപോലെ തന്നെ ആരാധ്യ, അവൾക്ക് അഡിനോയിഡിൻ്റെ ഒരു പ്രശ്നം, ഇതേപോലെ ഓപ്പറേഷൻ പറഞ്ഞിരുന്നു. ഭയങ്കര വായ തുറന്ന് സംസാരിക്കുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ അഡിനോയിഡിൻ്റെ ഭയങ്കര പ്രശ്നം. ഇവിടെ ഒരു ഗ്രന്ഥി വളർന്നു വരുന്നുണ്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവളുടെ ശരീരത്തിലും ഞാൻ എണ്ണ പുരട്ടാറുണ്ട്, ഉപ്പ് അവൾക്ക് കഴിക്കാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ അതും ഞങ്ങൾക്ക് സൗഖ്യപ്പെടുത്തി തന്നു. ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ എൻ്റെ വൈഫിന് PCODയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അലർജിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, മൂക്കിൽ തുമ്മൽ വന്ന അങ്ങനെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ 3 വ്യക്തികൾക്കും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ 3 ആൾക്കും ഉടമ്പടി തരും പറ്റി കൊടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ആ ഒരു 2 വർഷമായിട്ട് ഇവൾക്കും അങ്ങനെയുള്ള PCODയുടെ സംഭവം, അലർജി സംഭവം പൂർണ്ണമായി എടുത്തു മാറ്റി തന്നു. എനിക്കും എൻ്റെ ചെവിക്ക് ചെറിയൊരു ചെറുതായിട്ട് മൂക്കിന് ദശമെന്ന ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഈ ഉടമ്പടി എടുത്തിട്ടും എൻ്റെ ചെവിയിൽ ചെറുതായിട്ടൊരു ചെറിയ വെള്ളം പോലെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഞാനത് പ്രാർത്ഥിച്ചു. അത് ഇപ്പം എനിക്ക് തീരെ ചെവിയിൽ വെള്ളം വരുന്നില്ല, നല്ല ഡ്രൈ ആയിട്ട് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതെനിക്ക് വലിയ സൗഖ്യം കിട്ടി. പിന്നെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് ചൊറിച്ചിലുണ്ടായിരുന്നു ത്വക്കിൻ്റെ ഇത്, അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. പിന്നെ ഞാൻ ഉടമ്പടിയിൽ എടുക്കുന്നതിനേക്കാളും മുമ്പ് അധികം വിശ്വാസമൊന്നുമില്ല, ജസ്റ്റ് പള്ളിയിൽ പോവും, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പള്ളിയിൽ പോവും, അങ്ങനെ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, പത്രം ബൈബിൾ വായിക്കുന്നു, എല്ലാ കാര്യവും. പിന്നെ എനിക്ക് ഓട്ടം കോൾ ഡ്രൈവറാണ്, വാഷിംഗ് മെഷീൻ റിപ്പയറിങ്, ഇലക്ട്രോണിക്സ് റിപ്പയറിങ് ഉണ്ട്. അപ്പോൾ അവരോട് പോകുന്നവരോടൊക്കെ ഞാൻ കൃപാസനത്തിനെ കുറിച്ച് പറയും. കൃപാസനത്തിൻ്റെ ഡെയിലി ബ്രെഡ് അച്ഛൻ ഇവിടെ തരുന്ന കാലത്ത് 10 മിനിറ്റിൻ്റെ ഞാൻ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണില്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ എനിക്കത് വേറൊരു ബോധ്യം കിട്ടി. ഞാനപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് ഓരോ സെക്കൻഡ്, ഓരോ 30 സെക്കൻഡുള്ള ഫുള്ളായിട്ടിരുന്ന് 1 മണിക്കൂർ ഒരു ദിവസം അതിലിട്ട് അങ്ങനെ കൂട്ടുകാരന്മാരായാലും പല ആൾക്കാരെല്ലാം കാണുമ്പോൾ കളിയാക്കിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് കുറേ നമ്മുടെ ദുഷിച്ച കുറേ കൂട്ടുകെട്ടുകളൊക്കെ പോയി, അവൻ നന്നായി, അവൻ ദൈവത്തിൻ്റെ കൂടെയായി എന്ന് വിചാരിച്ച് എനിക്ക് നല്ല നല്ല കൂട്ടുകെട്ടുകളും കുറേ അതിനോടനുസരിച്ച് ജോലിയിൽ സാമ്പത്തികമായിട്ടുള്ള മേഖലയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനൊരു 11 വർഷം മുമ്പ്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. 11 വർഷം മുമ്പ് ഞാനൊരു കാറ് എൻ്റെ കൂട്ടുകാരൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പല പല പേപ്പർ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കതെൻ്റെ പേരിലായിട്ടുണ്ടായിരുന്നില്ല. പേരിലാവാണ്ട് അത് 15 വർഷം കഴിഞ്ഞു. ഡേറ്റ് എക്സ്പയറി ഡേറ്റ് 15 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കത് ഉപയോഗിക്കാൻ പറ്റാണ്ട് എൻ്റെ വീട്ടിൽ അതൊക്കെ എടുക്കുകയാണ്. അതിൻ്റെ കേസ് വരും, പ്രശ്നങ്ങൾ വരും. അവൻ എറണാകുളത്തുള്ള ആളും ഞാൻ തൃശ്ശൂരുള്ള ആളും. അവനെ എന്നും വിളിച്ച് പറയും, ഇതൊന്ന് കൊണ്ടുപോ, നീ പൈസ പിന്നെ തന്നാലും മതി, എനിക്കിപ്പോൾ ഞാൻ ലാസ്റ്റ് പൈസ വേണ്ട, നീ ഇത് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞാലും ഇത് വീടിൻ്റെ മുമ്പിൽ കിടന്ന് നശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മക്കൾ വരെ ആ പൊടി പിടിച്ച് കിടക്കുന്ന കാറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് കാശ് രൂപം ഫോട്ടോ അതിൽ വെച്ച് എല്ലാ ദിവസവും അതുമേ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടെ കുരിശ് വരച്ച് ഉടമ്പടി തൈലൊക്കെ പരട്ടി ഉപ്പൊക്കെ കൊണ്ടിട്ട് എല്ലാം പ്രാർത്ഥിച്ച് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അവനോട് ഞാൻ എല്ലാ വട്ടം വിളിച്ച് പറയും. അപ്പോൾ അവൻ പറയും, ഒരാഴ്ച ഞാനിത് അടുത്ത ആഴ്ച വന്ന് കൊണ്ടുപോവാണ്, എല്ലാം ക്ലിയറാക്കി തരാം, നിനക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷേ 11 കൊല്ലം അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവനത് ആ കാർ അവൻ വന്ന് പൈസ ആയിട്ട് തന്നില്ലെങ്കിലും അവൻ ആ കാർ അവിടെ നിന്ന് കൊണ്ടുപോയി. ഞാനൊരു അഗ്രിമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്. ആ അഗ്രിമെൻറ്റ് അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയാലാണ് എനിക്കൊരു സമാധാനം ആവുള്ളൂ, ഭാവിയിൽ എന്തെങ്കിലും കേസ് പ്രശ്നങ്ങളില്ലാതിരിക്കാൻ. ആ സംഭവം, ആ എഴുതിയ അഗ്രിമെൻറ്റ് എനിക്ക് തിരിച്ചു തന്നു. അത് വലിയൊരു അത്ഭുതമായി. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉത്തരവാദിത്തമില്ലാത്ത പോലെയാണ് വൈഫിനും തോന്നിയിരുന്നതും. മക്കൾക്ക് വരെ എന്നെ ചോദ്യം ചെയ്യണ അവസ്ഥ. പപ്പ എന്തിനാണ് ഇത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ വന്ന് ചെന്ന് പെട്ടത് എന്ന് കൂടെ അവർ വരെ ചോദ്യം ചെയ്യണ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിലും ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോഴാണ്. അത് മനസ്സിലാക്കി അവരുടെ ജീവിതം, അവർ ഒരു ശ്വാസം എടുത്തിട്ട് ജസ്റ്റ് കഴുത്തിങ്ങനെ വെട്ടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവർ 63 വയസ്സായ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അവർക്കൊക്കെ ജീവിക്കാനായിട്ട് ഇപ്പോഴും കൊതിയാണ്. അവർക്കൊന്നും 63 വയസ്സ് കഴുത്ത് മാത്രം അനങ്ങണുള്ളൂ. വേറൊരു സ്ഥലം അനങ്ങണമെങ്കിൽ ഞാൻ അനക്കി കൊടുക്കണം, കുളിപ്പിക്കുമ്പോഴായാലും. അപ്പോൾ അവരുടെയൊക്കെ ജീവിക്കാനുള്ള ഒരു കൊതി തോന്നുമ്പോൾ എനിക്കൊക്കെ നിരാശ വന്നിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ച സമയങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനോടൊക്കെ തിരുക്കുമാരനോടും അതിനോട് മാപ്പ് ചോദിക്കുന്നു. എനിക്ക് കിട്ടിയ ജീവിതം നല്ല സന്തോഷകരമായിട്ട് കുടുംബത്തിന് മുൻനിർത്തി
കൊണ്ടുപോകാൻ വീണ്ടും കൃപകൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈഫിനായാലും എനിക്ക് തീരെ വിശ്വാസം കുറവായിരുന്നു. അപ്പോൾ വൈഫ് കല്യാണത്തിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നത് നല്ല ദൈവഭക്തിയുള്ള ചെക്കനെ കിട്ടണം, പിന്നെ മദ്യപാനം ഇല്ലാത്ത കൂട്ട്. ഇത് രണ്ടും ചെറുതായിട്ട് ഞാൻ മദ്യപിക്കും. ഇത് വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് പൂർണ്ണമായി ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു. അതായത് വിശ്വാസമില്ലാത്ത ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖേനയും വിശ്വാസമില്ലാത്ത ഭാര്യ വിശ്വാസമുള്ള ഭർത്താവ് മുഖേനയും വിശദീകരിക്കപ്പെടുന്നതുകൊണ്ട് വചനം എന്നിലൂടെ എനിക്ക് ശക്തി പകർന്നു. അപ്പോൾ എൻ്റെ ഭാര്യയാണ് എനിക്ക് എൻ്റെ മാതാവിൻ്റെ മുമ്പിലൂടെ നിൽക്കാനുള്ള പ്രചോദനം, അവളുടെ സപ്പോർട്ടും കൂടിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയായാലും ഞാൻ മക്കളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കാറില്ല. പക്ഷേ ഞാനിപ്പോൾ ഉടമ്പടി എടുത്ത് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിള്ളേരും തൊട്ടപ്പുറത്ത് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കൈവിരിച്ച്. ഞാൻ കണ്ണടച്ച് പോയി ഉറങ്ങുകയാണെങ്കിൽ അവരാണ് എന്നെ ആക്കണത്. പിന്നെ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകണമെങ്കിൽ അവരാണ് എനിക്ക് ഓർമ്മിപ്പിച്ചെടുത്ത് തരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തണമെങ്കിൽ നമ്മൾ നന്നായി പ്രാർത്ഥനയെടുത്ത് ഉടമ്പടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളവിടെ ഒന്നും പറയണ്ട. ഇവർ രണ്ടാളും നല്ല രീതിയിൽ അതെനിക്ക് നല്ലൊരു ബോധ്യമായി തന്നെ. അപ്പോൾ എല്ലാ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, മക്കളെ ഉടമ്പടി എടുക്കുക, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക, മക്കളതിൻ്റെ പിന്നാലെ നിന്നോളും, നമ്മളൊരു പേടിയും പേടിക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ജീവനുണ്ടെങ്കിൽ ഇവിടെ വന്ന് എല്ലാ ഉടമ്പടിയും പുതുക്കി ഉടമ്പടി ജീവിച്ചു കൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഈ 6 മാസം പ്രശ്നങ്ങളുണ്ടായപ്പോഴും എല്ലാ മാസം വരലും കറക്റ്റായിട്ട് വന്ന് ഇനിയിപ്പോൾ ഒരു വട്ടം എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ കൃപാസനത്തിൻ്റെ മുമ്പിൽ കൂടെ എനിക്ക് ഓട്ടം കിട്ടും. ഞാൻ ഡ്രൈവറായതുകൊണ്ട് തിരിച്ച് ഇവിടെ നിന്ന് കാലടിച്ച് ഇതിന് മുമ്പിൽ കൂടെ പോകുമ്പോൾ ഞാനിവിടെ നിർത്തിയിട്ട് പത്രം വാങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടുതൽ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലത്തിൻ്റെ കേസിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരു പേപ്പർ വർക്കിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ട് എന്നെ നടത്തിപ്പിച്ചു. പക്ഷേ ആ വില്ലേജ് ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ സുവിശേഷ പ്രഘോഷണമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് അപ്പോൾ ഞാൻ മാതാവിനെ കൈപ്പിടിച്ചിട്ട് പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറിയത്. അപ്പോൾ ആ പേപ്പർ വർക്ക് പെട്ടെന്ന് നടത്തി തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ഉടമ്പടി കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയാലും നമ്മളത് അവർക്ക് തെളിഞ്ഞ് കാണുന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. പിന്നെ എനിക്ക് ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു. നമ്മൾ ഈ കത്തിക്കുന്ന നീല മെഴുകുതിരി, പച്ച മെഴുകുതിരി കത്തിക്കുക, അതിൽ മാതാവ് ഉണ്ണീശോ മെഴുകുരുക്കി നിൽക്കണ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ. അപ്പോൾ ഞാൻ അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ മാതാവിനോട് ഞാൻ വെറുതെ തമാശയ്ക്ക് ചോദിച്ചു, മാതാവേ ഇതേപോലെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, ഇതൊക്കെ ശരിയാണോ? ഈ മെഴുകുതിരി തന്നെയല്ലേ ഞാനും കത്തിക്കണത്? മാതാവ് എനിക്കതൊരു അത്ഭുതമായിട്ട് കാണിച്ചു തരണേ, എനിക്കെൻ്റെ വിശ്വാസത്തിന് വേണ്ടി കാണിച്ചു തരണമെന്ന് പറഞ്ഞ് കണ്ണ് തുറക്കല്ല, ആ മെഴുകുതിരി മാതാവിൻ്റെ രൂപമായി മാറി എന്നുള്ളതാണ്. ആ മെഴുകുരുകി മാതാവിൻ്റെ രൂപമായി നിന്നു. ഞാനത് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോയി. ഇപ്പോൾ എൻ്റെ പിള്ളേർക്കായാലും പിന്നെ ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും, മാതാവിന് ഇന്ന് കണ്ടോ എന്ന് ചോദിച്ചവർ ഓടി വരും. അങ്ങനെയുള്ള അവസ്ഥയിലൂടെയൊക്കെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. എല്ലാത്തിനും നന്ദി. തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ, എന്തെന്നാൽ അവിടുന്ന് എനിക്ക് സന്തോഷമേകി, ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല. അവിടുത്തെ അനന്ത കാരുണ്യത്തിനനുസൃതമായി അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു. തോബിത്തിൻ്റെ പുസ്തകത്തിലെ ഈ തിരുവചനങ്ങൾ സാറായും തോബിയാസും വിവാഹിതരാകുന്നതും പിന്നീട് താൻ വിവാഹം ചെയ്യുന്ന വ്യക്തികളൊക്കെ തനിക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ സാറ ദുഃഖിച്ചിരിക്കുന്ന ഒരു മകള്, ആ മകളുടെ ജീവിതത്തിലേക്ക് പിന്നീട് തോബിയാസ് എന്ന മകനെ നൽകി ദൈവം ആ ദമ്പതികളെ അനുഗ്രഹിക്കുന്ന ഒരു വചനഭാഗത്തിലൂടെയാണ് ഈ തിരുവചനങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കടന്നു പോകുവാൻ കഴിയുക. ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല, അവിടുത്തെ അനന്ത കാരുണ്യത്തിനനുസൃതമായി അങ്ങ് അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു എന്ന് തിരുവചനം പറയുന്നു. 11 വർഷമായി തങ്ങളുടെ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ 6 മാസമായിട്ട് ഹസ്ബൻഡും വൈഫും അകന്ന് നിൽക്കുക, ദാമ്പത്യ പ്രശ്നങ്ങൾ, തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ, ഇതെങ്ങനെ തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും തന്നിൽ നിന്ന് അകറ്റി ഉടമ്പടിയെടുത്ത് താൻ എല്ലാം മനസ്സിലാക്കുകയാണ്. അത് ഉടമ്പടിയെടുത്തതിലൂടെ ആദ്യമേ മനസ്സിലായ കാര്യമല്ല. താൻ ശുശ്രൂഷിക്കാൻ പോയ ആ അവസ്ഥയിലുള്ള രോഗികൾ,
അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് ജീവിതം കിട്ടിയിട്ടും താൻ എന്തേ ഇങ്ങനെയായി എന്നുള്ള ഒരു ബോധ്യം, ഈ ഒരു സെൽഫ് അവെയർനെസ് ഇത് ഈ മകന് കിട്ടുകയാണ്. അതാണ് നിവിൻ ഇവിടെ പങ്കുവയ്ക്കുക. അങ്ങനെ തനിക്ക് കിട്ടിയ ആ അവബോധത്തിലൂടെ തനിക്ക് ഉടമ്പടി ജീവിതം ഏറ്റവും സ്നേഹത്തോടെ, ദൈവസ്നേഹത്തോടെ തനിക്ക് ജീവിക്കാൻ സാധിച്ചു. തനിക്ക് തൻ്റെ കുടുംബജീവിതം തിരിച്ചു പിടിക്കാനായി താനൊരു മറ്റൊരു വ്യക്തിയായിട്ട് താൻ മാറി. തൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് താൻ മാറി. തന്നിലൂടെ തൻ്റെ സ്വരം കേൾക്കുമ്പോൾ അകന്നു പോയിരുന്നവർ ഇന്ന് കുടുംബത്തിൽ ഒരുമിച്ച് വസിക്കുവാനായിട്ടും അങ്ങനെ ആ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം തങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുവാനുമായിട്ടുമൊക്കെ ഉടമ്പടി തങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക. അതുകൊണ്ട് തന്നെയാണ് 13-ാം അധ്യായത്തിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും, അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. മുഖം മറയ്ക്കാത്ത ദൈവം എങ്ങനെ പിന്നീട് ഈ മക്കളുടെ കുടുംബത്തെ ധന്യമാക്കുന്നുവെന്നും പിന്നീട് തൻ്റെ മക്കൾക്ക് കിട്ടിയ രോഗസൗഖ്യാനുഭവങ്ങൾ, തൻ്റെ വൈഫിന് കിട്ടിയ സൗഖ്യാനുഭവം തങ്ങൾക്ക് ഒരിക്കലും നടക്കില്ലാതിരുന്ന 10 വർഷത്തിലേറെയായിട്ട്, തങ്ങൾക്ക് 11 വർഷമായിട്ട് തൻ്റെ പേരിലാകാത്ത ഒരു വെഹിക്കിള്, അതൊക്കെ പിന്നീട് എങ്ങനെയാണ് അതിനെല്ലാം ആ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നത്, ഇതെല്ലാമാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുക, ഉടമ്പടിയിലൂടെ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ മകൻ തന്നെ ഇവിടെ പങ്കുവെച്ചു. എങ്ങനെയാണ് ഉടമ്പടി ജീവിതം നാം നയിക്കേണ്ടത്? ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ അത് അപ്ഡേഷനാണ്. ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത്. ഇത് കുറച്ച് സമയമുണ്ടല്ലോ എന്നൊന്നും വിചാരിച്ച് ആരും ഉടമ്പടി ധ്യാനം കൂടാതിരിക്കരുത്. അത് അത്രയേറെ പ്രാധാന്യമുള്ള തിരുവചനങ്ങൾ അച്ഛന് ഓൺലൈനിലൂടെ ഈശോ അച്ഛനോട് സംസാരിക്കുന്നതാണ്. അച്ഛൻ പഠിച്ചൊരുങ്ങി വന്ന് പറയുന്ന ഒരു പള്ളി പ്രസംഗമല്ല അത്. അച്ഛൻ നമുക്ക് വേണ്ടി അച്ഛനോട് ദൈവാരൂപി അപ്പോൾ സംസാരിക്കുന്നതാണ്. എത്രയോ പേരാണ് അച്ഛൻ എന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നി, എനിക്ക് വേണ്ടിയിട്ടാണ് ആ ഉടമ്പടി ധ്യാനം അച്ഛൻ നടത്തിയതുപോലെയുള്ള അനുഭവമാണ് എനിക്കുണ്ടായത്. ഇതൊക്കെ പറയുമ്പോൾ വ്യക്തികളെ എങ്ങനെയാണ് ഉടമ്പടി ധ്യാനം വിശുദ്ധീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതുപോലെ ഡെയിലി ബ്രെഡ് പ്രെയർ, 5:30ക്കുള്ള പ്രെയറാണത്. അതൊക്കെ ഇന്ന് താൻ എന്തെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് താൻ എന്തെല്ലാം ചെയ്യുന്നു. അതുവഴിയൊക്കെ മറ്റുള്ളവർ തന്നെ പരിഹസിച്ചിട്ടുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ അതൊന്നും തനിക്കിന്ന് ഒരു പരിഹാസമല്ല. ഈശോയ്ക്ക് വേണ്ടി താൻ ഏറ്റെടുക്കുന്ന ഏറ്റവും തീഷ്ണതയുള്ള ദൈവാനുഭവങ്ങളായിട്ട് അതിനെയൊക്കെ ഈ മകൻ മാറ്റുകയാണ്. അതുകൊണ്ടാണ് വേസ്റ്റ് കൊണ്ട് വിളക്ക് കത്തിക്കുക. നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അത് എപ്പോഴും തന്നെ പോസിറ്റീവ് ആകണമെന്നില്ല. എന്നാൽ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മെ പരിഹസിക്കുവാനായിട്ട് അവർ നമ്മെ നോക്കി പറയുന്ന ഓരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ വിലയുള്ളതാണെങ്കിൽ അതൊരിക്കലും നാം പരാജയപ്പെടാനല്ല. ഇതാണ് വേസ്റ്റ് കൊണ്ട് വിളക്ക് കത്തിക്കുക. മറ്റുള്ളവർക്ക് ചിലപ്പോൾ നന്മ കാണാൻ കഴിയാത്തിടത്തും നമുക്ക് നന്മ കാണാൻ കഴിയും. അതിലൂടെ ദൈവമഹത്വം പ്രകടമാകുമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകോട്ട് പോകരുത്, മുൻപോട്ട് തന്നെ പോകണം. അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഇന്ന് നിവിനും കുടുംബവും ഇവിടെ വന്ന് നിന്ന് നിവിൻ ഏറ്റവും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് തനിക്ക് തൻ്റെ കുടുംബത്തെ തിരിച്ചു കിട്ടി, തൻ്റെ ജീവിതം ഒരു പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. ഈ മകനും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.